ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചൂളിയാട് പ്രവർത്തിച്ചിരുന്ന അഭയം വൃദ്ധമന്ദിരത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച മട്ടിൽ 4 മാസം മുൻപ് വരെ നിരവധി വയോധികർക്ക് തണലായിരുന്ന ഈ സ്ഥാപനം ഇപ്പോൾ ആരുമില്ലാതെ അടഞ്ഞുകിടക്കുകയാണ്. ആവശ്യമായ സർക്കാർ രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് ഇത്രയും കാലം വൃദ്ധമന്ദിരം പ്രവർത്തിച്ചിരുന്നതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനെതിരെ വ്യാപക വിമർശനവും പ്രദേശവാസികൾ ഉയർത്തുന്നു. എന്നാൽ നിലവിൽ സ്ഥാപനത്തിന് ആവശ്യമായ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെന്നും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം വൃദ്ധമന്ദിരത്തിന്റെ പൂട്ടലിലേക്ക് നയിച്ച സാമ്പത്തിക പ്രതിസന്ധിയും ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നു. നിലവിൽ ഒരു ജീവനക്കാരന് 28,000 രൂപ വരെ ശമ്പള കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. വയോധികർക്ക് തണലാകേണ്ട ഒരു പൊതു സംവിധാനം അധികൃതരുടെ അനാസ്ഥയിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. എത്രയും വേഗം നിയമപരമായ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർത്ത് അഭയം വൃദ്ധമന്ദിരത്തിന്റെ പ്രവർത്തനം സുതാര്യമായി പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം.